മിസ്റ്റർ മുഖ്യമന്ത്രി, നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾ പറയുന്നത് എല്ലാ സമയത്തും ഞാൻ മറുപടി പറയണമെന്ന് എന്താണ് നിങ്ങൾക്ക് നിർബന്ധം? എനിക്ക് സൗകര്യമുള്ളപ്പോൾ പറയും. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചോന്ന്. നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ മറുപടി പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തിനും ഏതിനും മാധ്യമ സമ്മേളനം വിളിച്ച് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ഇരിക്കും. നിങ്ങളുടെ മുന്നിലല്ലേ ഞാൻ എപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞ വി ഡി സതീശൻ പെട്ടെന്ന് പൂക്കി ഭാവത്തിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് 12 തവണ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ഇളിച്ച് മുന്നോട്ട് പോകുന്നതാണ് കഴിഞ്ഞ രാഷ്ട്രീയ പകലിൽ കണ്ടത്. എന്നിട്ട് ഇന്ന് വൈകുന്നേരം വന്നിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് പറയുമെന്ന് പറയുമ്പോൾ മാധ്യമ പ്രവർത്തകർ വെറും പട്ടിയുടെ വില നിങ്ങൾ കൊടുത്തത് കൊണ്ടല്ലേ അങ്ങനെ നിങ്ങൾ കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പ്രതികരിച്ചാൽ മതി. പക്ഷെ പറയണ്ടേ വാ തുറന്ന് ഇളിച്ചോണ്ട് നിൽക്കാതെ. ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്ന സമയം ഇതല്ല. നയപ്രഖ്യാപനത്തിന് ശേഷം അന്ന് വൈകുന്നേരം ഞാൻ മാധ്യമങ്ങളെ കാണാം കന്റോൺമെന്റ് ഹൗസിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച്. അപ്പോ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ മൈക്കും തൂക്കി നിങ്ങളുടെ പുറകെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ? നിങ്ങൾ എപ്പോൾ പ്രതികരിക്കുമെന്ന് അറിയാതെ ഞങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യണമായിരുന്നു? മാധ്യമങ്ങൾ ആ മാധ്യമ സമ്മേളനം വിളിക്കും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അന്ന് പോയി നമുക്ക് പ്രതികരണം ചോദിക്കാമെന്ന്. നിങ്ങൾ ഏത് സമയത്തും പ്രതികരിക്കുമെന്നുള്ള തോന്നലോട് കൂടിയല്ലേ മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഈ കണ്ട ദിവസങ്ങൾ അത്രയും വന്നത്. ഈ നാടിൽ ED എന്ന് പറയുന്ന ഏറ്റവും വലിയ കേന്ദ്ര ഏജൻസിയെ, അതിന്റെ ഉദ്യോഗസ്ഥരെ, പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ നിന്ന് ED റെയ്ഡ് നടത്തി ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിറങ്ങിപ്പോകുമ്പോൾ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായിട്ട് ഈ നാടിന്റെ പൂക്കി CM ഒരു വാക്ക് പറയുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് ചോദിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം ഈ സമൂഹത്തിന്റെ 4ാം പില്ലറായ 4th എസ്റ്റേറ്റ് ആയ മീഡിയക്കുണ്ടല്ലോ. അത് ഞങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രത്യേകമായ ഒരു സൈക്കോസിസ് രൂപം കൊണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ പല പ്രാവശ്യം പല തീരുമാനങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് മാറ്റി ജനങ്ങളുടെ മുന്നിലേക്ക്, മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഇപ്പൊ സംസാരിക്കുമെന്ന് പറഞ്ഞു വരും. എന്നിട്ട് ഇളിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. മാധ്യമങ്ങൾക്ക് കബഡി നിരത്താനുള്ള കഴിവൊന്നുമില്ലല്ലോ നിങ്ങൾ എപ്പോ പ്രതികരിക്കുമെന്ന് അറിയാൻ വേണ്ടി. അതുകൊണ്ട് സതീശനോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങളൊരു തീരുമാനം എടുക്കുന്നെങ്കിൽ ആ തീരുമാനം മാധ്യമങ്ങളെ കാണുന്നത് വൈകുമെങ്കിൽ അത് ആർജവത്തോടെ പറയാനുള്ള ഒരു കഴിവ് നിങ്ങൾ കാണിക്കണം എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ ഒരു തരത്തിലുള്ള പിഴവുകളും സംഭവിച്ചിട്ടില്ല. പോലീസിന് പിഴവ് സംഭവിച്ചില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പിഴവല്ലാതെ പിന്നെ എന്ത് തേങ്ങയാണ് സംഭവിച്ചത്? ഒരു ടാക്സി കാറിൽ 3 വാഹനം പുറത്തേക്ക് ഇറങ്ങി വരുന്നു ബേക്കർ ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന്. ആദ്യ വാഹനം ആക്രമിക്കപ്പെടുന്നു, 2ാം വാഹനം ആക്രമിക്കപ്പെടുന്നു. കൃത്യമായി പോലീസ് അതിന്റെ ഫ്രണ്ടിൽ ഇല്ലാത്ത സിറ്റുവേഷൻ വരുന്നു. സംയമനം പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ട് എത്രേ? സംയമനം എന്ന് പറയുന്നത് എന്താ? നോക്കുകുത്തിയായി നിൽക്കാനാണോ? അല്ലല്ലോ. ശക്തമായ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവില്ലാതായി പോയ പോലീസിനെയാണ് മുഖ്യമന്ത്രി വന്നിട്ട് പറയുന്നത് പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന്. മുഖ്യമന്ത്രി, ഇതേപോലെ നിലപാടില്ലാണ്ടായി പോകല്ലേ നിങ്ങൾ? ഇതേപോലെ പാസ്റ്റിനെ മറന്ന് ഇതേപോലെ നടന്ന കാര്യങ്ങളെ മാറ്റിപ്പറഞ്ഞ് നുണേശൻ എന്ന പേര് വീണ്ടും വീണ്ടും എടുത്ത് തലയിൽ ചാർത്തല്ലേ മുഖ്യമന്ത്രി? എന്നല്ലാതെ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാനില്ല.